നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ എബ്രോഡ് വന്ന് താമസിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തറിയാം? ഇന്ന് 2024 ഗൂഗിളിൽ എല്ലാത്തിനുമുള്ള ആൻസർ ഉണ്ട്. പിന്നെ നീ എന്തിനാണ് വഞ്ചിക്കപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നീ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നത്? നീ പുറത്തൊന്നും പോകുന്നില്ലടാ, പോയി രക്ഷപ്പെടടാ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലടാ. വിദ്യാഭ്യാസം കച്ചവടമല്ല, അത് ആരുടെയും ഔദാര്യമല്ല, അത് ഒരാളുടെ അവകാശമാണ്. അയലോക്കത്തെ ഒരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസി പറയുന്നത് കേട്ടിട്ടോ മാത്രം നിങ്ങൾ പറക്കാൻ ആഗ്രഹിക്കരുത്. ഇത് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണോ, അതോ ലൈക്ക് ഇഫ് they are ready to do it? നീ മറ്റൊരാളുടെ ചെലവിലാണ് പഠിച്ചത്, അപ്പൊ നല്ലതുപോലെ പഠിക്കുക, മാക്സിമം എഫേർട്ട് കൊടുക്കുക, നല്ല ലൈഫ് പാത്തിലേക്ക് എത്തുക. എന്താണ് എബ്രോഡ് നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവരുടെ ഓൾമോസ്റ്റ് ആളുകളുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടും. ഇവർ വിളിച്ചിട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ മെന്റലി ഉള്ള സപ്പോർട്ട് ചോദിക്കുക. അവിടെ ചെന്ന് ഓരോ കുട്ടികളോട് ചോദിച്ചു ആർ യു ഹാപ്പി, അവർ മിണ്ടത്തില്ല. അയലോക്കത്തെ വീട്ടിലെ ശോശാമ്മയുടെ കാര്യം എൻ്റെ അപ്പൻ കേട്ടത് കൊണ്ടാണ് എൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ലാതിരിക്കുന്നത്. വേറൊരാളത് പഠിച്ചിരുന്നെങ്കിൽ അയാൾക്കത് യൂസ്ഫുൾ ആയേനെ. മലയാളി മുണ്ടൊക്കെ എടുത്ത് ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ വലിയ ക്യൂവിൽ പോയിട്ട് മറ്റേ എന്താ പറയുക, അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കുമ്പോൾ അവൻ അവിടെ കമൻറ്റുകൾ വരും, മലയാളി പൊളിയാണ്. UK അവൻ മുണ്ടെടുത്തിറങ്ങി. മീഡിയ ആയിക്കോട്ടെ, ഞങ്ങൾ ഇവർ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം വന്നെത്തുന്നത് സ്കാമിലേക്കാണ്. ചോദ്യം ചെയ്യപ്പെടുക, അത് തുടങ്ങുമ്പോഴാണ് സ്കാമർ പതുക്കെ ഉൾവലിയുന്നത്. കുറെ ആൾക്കാർ ഏജൻസീസിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയും ഒക്കെ വെച്ചിട്ട് അത് വെച്ച് അവരുടെ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടും സീക്ക് ചെയ്യുന്നത് ഈ ഒരു ആളുടെ പേര് വെച്ചിട്ടാണ്. Hello and welcome everyone to FrameStep Entertainments. It's me Karuna George. ഇന്ന് FrameStepന്റെ കൂടെ ഒരു ഗസ്റ്റ് അല്ല, ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ആണ് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. മിജോ ആൻഡ് ജാക്സൺ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഇവർ രണ്ടുപേരും ലൈഫ് കോച്ച് ആണ്, അതേപോലെ ബിസിനസ്മാൻ ആണ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ വ്ളോഗേഴ്സ് ആണ് രണ്ടുപേരും. അപ്പം ഇവരൊരു മിഷനിലാണ് ഇപ്പം റൈറ്റ് നൗ. അതിനെപ്പറ്റി കൂടുതൽ അറിയാനാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ ഫ്ലോറിൽ കൊണ്ടുവന്നേക്കുന്നത്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പം എന്താണ് നിങ്ങളുടെ ഇപ്പം റൈറ്റ് നൗ ഇപ്പം ഒരു ജേർണിയിലാണെന്ന് പറഞ്ഞു. ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ജേർണിയുടെ കൺസെപ്റ്റ് ദ വൺ തിങ് ഈസ് വിദ്യാഭ്യാസം കച്ചവടമല്ല, അത് ആരുടെയും ഔദാര്യമല്ല, അത് ഒരാളുടെ അവകാശമാണ്. സോ ഞാൻ അല്ലെങ്കിൽ ആരും anyone, ഒരു കോളേജ് ആകാം, ഈവൻ എന്നെ 1 person, ഇഫ് അയാൾ പറയാണ് ഞാൻ അയാൾക്ക് അത് കൊടുത്തു, അത് അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കാശ് വാങ്ങിയിട്ട് ഞാൻ അയാൾക്ക് കൊടുത്തു എന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. സോ ഞങ്ങളുടെ ജേർണിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ സ്റ്റഡി അബ്രോഡ് മേഖലയിൽ എലിജിബിൾ ആയിട്ടുള്ള എന്നാൽ എത്താൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ട്. സോ വി ആർ പ്ലാൻ ഫോർ, ഞങ്ങൾ 12 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് അവർ ഈവൻ ഇഫ് ദേ ആർ ചൂസിങ് MBBS, ഓക്കെ, വി ആർ റെഡി ടു സെർവ്. സോ അതിനകത്ത് 2 ഭിന്നശേഷിയായ കുട്ടികൾ, 2 മാതാപിതാക്കൾ, അനാഥരായ 2 പേര്, ബാലൻസ് ആർ എനിവൺ ക്യാൻ, എലിജിബിൾ ആയിട്ടുള്ള ആർക്കും. സോ കേരളത്തിൻ്റെ 6 പ്രമുഖ ജില്ലകളിലൂടെ യാത്ര ചെയ്ത് അവിടുത്തെ 2 കോളേജുകൾ സെലക്ട് ചെയ്ത് അവിടെ പോയി കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. The main plan is we are going to educate them. നിങ്ങൾ ഇന്നിന്ന സ്കാമുകളിൽ പെടരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് ചിറക് വെച്ച് പറന്നുയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ദ റൈറ്റ് പാത്ത്. അല്ലാതെ അയലോക്കത്തെ ഒരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസി പറയുന്നത് കേട്ടിട്ടോ മാത്രം നിങ്ങൾ പറക്കാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ദ റൈറ്റ് തിങ് നിങ്ങൾ ചൂസ് ചെയ്യുക. ആരും പറയുന്നത് കേൾക്കണ്ട, അല്ലെങ്കിൽ ആരും പറയുന്നത് നിങ്ങൾ ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല. ചൂസ് ദ റൈറ്റ് തിങ്. ഇതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. ഓക്കെ. അപ്പം ഈ 12 പേരെയും നിങ്ങൾ 2 പേരും കൂടെ ആണോ സ്പോൺസർ ചെയ്യുന്നത്, അതോ അതിന് വേറെ സ്പോൺസേഴ്സ് ഉണ്ടോ? അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പം എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കാം, ഇപ്പം ഈ ഏജൻസിയുടെ സ്കാം ഉണ്ട്. ഇപ്പം ഈ വരുന്ന ഏജൻസി അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ഏജൻസി അവരും ഇതേപോലെ തന്നെ ഒരു റോങ് കോളേജിലേക്ക് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫും പിന്നെ ഈ സെയിം സിറ്റുവേഷനിൽ തന്നെ കൂടെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ കാരണം അതിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആൻസർ, ഇഫ് ഞാനും മെജോയും സ്കാമർ ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റത്തില്ല. ആൻഡ് ഞങ്ങൾ ബിസിനസ്മാൻ ആണ്, വി ആർ ട്രെയിനേഴ്സ് ആൻഡ് മോർ ഓവർ വി ആർ ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പം ഞാൻ കാണിക്കുന്ന തെറ്റിന് എനിക്ക് ജനങ്ങൾക്ക് എന്നെ വന്ന് പരാതിപ്പെടാനും അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ നോക്കി എന്നെ തെറി പറയാനുമുള്ള അവസരമുണ്ട്. അപ്പോൾ ഞാനൊരു സ്കാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരിടത്ത് ഇരിക്കാൻ സാധിക്കത്തില്ല, നാളെ എനിക്ക് എൻ്റെ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളൊരു ഡെഫിനറ്റ്ലി എനിക്കും മെജോയ്ക്കും എൻ്റെ പോക്കറ്റിൽ നിന്ന് 6.5-7 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. 12 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ 6.5-7 കോടി രൂപ സ്പെൻഡാണ് അവിടെ. കാരണം ഒരു കുട്ടിയുടെ ഞങ്ങൾ കോളേജ് ഫീസ് മാത്രമല്ല അടപ്പിക്കുന്നത്,
ഹോസ്റ്റൽ ഫീസ്, അവരുടെ ചിലവ്, അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, എവറിത്തിങ് അതൊരു ബ്രാൻഡ് സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 12 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ഇത്രയും പൈസ സ്പെൻഡ് ഉണ്ട്, 7 crore. അത് എനിക്ക് മെജോയ്ക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി ഒരു ബ്രാൻഡ് വേണം. ആ ബ്രാൻഡിനെ ഞങ്ങൾ ചൂസ് ചെയ്തത് വളരെ നോക്കിയിട്ട് തന്നെയാണ്. UK ബേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫ്രം ദ ലാസ്റ്റ് സിൻസ് ഇയേഴ്സ് ദേ ആർ ബീയിങ് ദെയർ ആൻഡ് മോർ ഓവർ ദേ ആർ സെർവിങ് ലോട്ട് ഓഫ് പീപ്പിൾസ്. അതിനോടൊപ്പം തന്നെ അവരുടെ യൂണിവേഴ്സിറ്റീസ്, അവർ ചെയ്യുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ, അവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക് അഫിലിയേഷൻ ഉണ്ടോ, അവിടുത്തെ എല്ലാ കോഴ്സിനും അഫിലിയേഷൻ ഉണ്ടോ. കാരണം ചില യൂണിവേഴ്സിറ്റികൾക്ക് ഒരു കോഴ്സിനായിരിക്കും അഫിലിയേഷൻ ഉള്ളത്, അവർ സെല്ല് ചെയ്യുന്ന ബാക്കി വേറെ കോഴ്സും സെല്ല് ചെയ്യും, ഇത് കാണിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ടാക്കിൾ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കാരണം ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ കാണുന്ന ജനങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് അവർ മാത്രം. ഞാനും മെജോയും 6 മാസമായിട്ട് ഇവിടെ 50ഓളം ബ്രാൻഡുകളുടെ അടുത്ത് പോയി. ഇവർക്ക് ആർക്കും വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുക്കാൻ താല്പര്യമില്ല. കാറ് കൊടുക്കാം, ഫോൺ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ഇവർ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ വിദ്യാഭ്യാസം ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല. ബിക്കോസ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് നോ. അതേപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് ഇപ്പം അത് വളരെ നമ്മൾ സ്കാം കുറേ കാണുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ. ഇപ്പം ഞാൻ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ പല കുട്ടികളുടെയും വിഷമം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പം UK ഇപ്പം അവർ പറയുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആണെന്ന് പറയുന്നു. അപ്പം മേ ബി അവർക്ക് UK അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ അവർ മേ ബി നല്ല അഡ്മിഷൻസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ അവർക്ക് ഇപ്പം മേ ബി യൂറോപ്പിൽ കോളേജസുമായിട്ടുള്ള റൈറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം വാട്ട് ഈസ് യുവർ പ്ലാൻ? അപ്പം ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഫ്രാൻസിലായിരിക്കാം പോകേണ്ടത്, അല്ലെങ്കിൽ ജർമ്മനിയിലാണ് അവർക്ക് പഠിക്കാൻ താല്പര്യമെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? അത് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ആ കമ്പനിക്ക് ഈ എല്ലാ രാജ്യങ്ങളിലും പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇനി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനി ത്രൂ ആർക്കാണോ സാധിക്കുന്നത് അവരിലേക്ക് ചെയ്യും. കാരണം ഇത് ഇതിനെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റാഫേൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, റാഫേൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒബ്ജക്റ്റീവ് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 50ഓളം കമ്പനികളിൽ പോയി സ്റ്റഡി അബ്രോഡ് ഓൾ ഇന്ത്യയിൽ. ഇവരെല്ലാം റിജക്റ്റ് ചെയ്ത് റാഫേൽ എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ പോയി അവർക്ക് പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴല്ല അവർ സമ്മതിച്ചത്. ഞങ്ങൾ ഈ യാത്രയിൽ ഒരു കൺസെപ്റ്റോടാണ് ഉണ്ടാക്കിയിടുന്നത്. 12 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇവർക്കൊരു ബോണ്ടുണ്ട്. നീ നിന്റെ ലൈഫിൽ സക്സസ് ആയി കഴിയുമ്പോൾ നീ ഒരാളെ അവിടെ പഠിപ്പിക്കണം. ഈ 12 എന്നുള്ളത് അടുത്ത 12 ആകും, അത് 24 ആകും. ഞങ്ങളുടെ ആഗ്രഹം, എനിക്ക് 34, മെജോയ്ക്ക് 34, ഞങ്ങളുടെ ഒരു 40ാമത്തെ വയസ്സിനകത്ത് 10,000 കുട്ടികളെ നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം, ഫ്രീ ആയിട്ട് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നം. അത് ഞങ്ങൾ രണ്ടുപേരും അത്ര ഇറങ്ങിയാലൊന്നും എത്രമാത്രം പോസിബിലിറ്റി ഇത് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ 25 lakhs അല്ലെങ്കിൽ 30 lakhs മിനിമം വരും. സോ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അത് വർക്കാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി കൊടുത്താൽ മതി. പിന്നെ അതിന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർ, അത് കമ്പനി എന്നല്ല, ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ, അല്ലെങ്കിൽ ഒരു സമൂഹമോ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ആരായാലും വി ആർ ഓക്കെ വിത്ത് ദാറ്റ്. അല്ല, ഈ 12 പേരിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു ബോണ്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ ലൈഫിൽ സക്സസ് ആവുകയാണെങ്കിൽ അവർ ഇത് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണോ, അതോ ലൈക്ക് ഇഫ് ദേ ആർ റെഡി ടു ഡു ഇറ്റ് അവർക്ക് ചെയ്യാം, അങ്ങനെയാണോ? ഇതിനെ നമ്മൾ പറയുന്നത്, നമ്മളൊരു 50,000 രൂപയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ട് ഞങ്ങളുടെ കയ്യിലല്ല പത്രം വെക്കാൻ പോകുന്നത്, നമ്മളത് ഫ്രെയിം ചെയ്ത് പോകുന്നവർക്ക് കൈ കൊടുക്കുവാണ്. ഇവനോട് നമ്മൾ പറയുന്നത്, ഇവനോ അവളോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇത് വെക്കണം. സോ യു ഹാവ് എ കമ്മിറ്റ്മെന്റ്. നീ മറ്റൊരാളുടെ ചെലവിലാണ് പഠിച്ചത്, അപ്പൊ നല്ലതുപോലെ പഠിക്കുക, മാക്സിമം എഫേർട്ട് കൊടുക്കുക, നല്ല ലൈഫ് പാത്തിലേക്ക് എത്തുക. ആ ലൈഫ് പാത്തിന്റെ 1% നീ ചെലവാക്കി ഒരാളെ ഇവിടെ പഠിപ്പിക്കുക. സോ അവനോട് നീ നിബന്ധന വെക്കുക. അപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ 12 പേരെ ചൂസ് ചെയ്യുന്നത് ചിലപ്പം യോഗ്യരല്ലാത്ത 12 പേര് വരും, പഠിക്കാൻ താല്പര്യമില്ല, വെറുതെ കറങ്ങാൻ പോകുന്നവനോ, അല്ലെങ്കിൽ പോയിട്ട് 2ാമത്തെ വർഷം തിരിച്ചു വരുന്ന ഒരാളെ പോകും. ഈ ബോണ്ട് നമ്മൾ വെക്കുന്നതിൻ്റെ റീസൺ ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടണം, അല്ലാതെ ആവശ്യമില്ലാത്ത ഒരാൾക്ക് കിട്ടരുത്. അതായത് ബേസിക്കലി അറിയാലോ, ഒരു കാര്യം ഫ്രീ ആയിട്ട് കിട്ടുന്ന പറയുമ്പോൾ ചിലപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവില്ല. സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് ലോൺ എടുത്ത് പഠിക്കുന്നതിനും, അല്ലെങ്കിൽ സ്വന്തം പാരൻസ് പഠിപ്പിക്കുന്നതിന് എപ്പോഴും വാല്യൂ, ഒരു കുറച്ചെങ്കിലും സീരിയസ്നെസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കാനും കൂടി വേണ്ടിയിട്ടും, പ്ലസ് ഞങ്ങളുടെ ഈ വിഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് ബെസ്റ്റ്. അല്ല, ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 50% 50 to 60% മാർക്കുള്ള ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പം അതിനിപ്പം നമ്മൾ പറയുന്ന റെപ്യൂട്ടഡ് അല്ലാത്ത കോളേജസിലേക്ക് അഡ്മിഷന്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ റെപ്യൂട്ടഡ് കോളേജസ് ഓൾവേസ് അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. 65 എബവ് മാർക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ക്രൈറ്റീരിയസ് എന്താണെങ്കിലും ആണ്. അപ്പം ഈ 65 ബിലോ ആണ് ഒരു കുട്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ
അത് എങ്ങനെയാണ് അപ്പം? ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ യാത്രയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് റാഫേലിന് എവിടെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ കോളേജ്. സോ വി ഹാവ് ലിമിറ്റ്സ്. സോ ഒരാൾ വന്നു, അയാൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ വി ആർ സോറി, ഞങ്ങൾ എന്തെങ്കിലും കാണിച്ച് നിന്നെ അവിടെ എത്തിക്കാൻ ഞങ്ങൾ വി ആർ നോട്ട് ഏജൻസ്. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഒരു സർവീസാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2 ഭിന്നശേഷിക്കാർ, ഭിന്നശേഷിയുള്ള ഒരു കുട്ടിക്ക് ഇന്ന് അവരുടെ പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറാൻ പറ്റത്തില്ല. കാരണം അവർ വിടത്തില്ല, കാരണം അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അതിലേക്ക് എത്തുന്നില്ല, അവരുടെ പാരൻസ് അതൊട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയുടെ അവിടെ എത്തണമെന്നാണ് ഞങ്ങൾ അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടി എലിജിബിലിറ്റി കൂടെ വേണം എഡ്യൂക്കേഷൻ സെക്ടറിൽ, അവർക്ക് മാർക്ക് ഉണ്ടാവണം, എവറിത്തിങ് ദേ ഹാവ്. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഔദാര്യം കൊടുക്കുന്ന പോലെയാണ്. ഞങ്ങളുടെ കീവേഡ് തന്നെ അതാണ്, ഔദാര്യമല്ല എന്നുള്ളതാണ്. നമ്മൾ അവകാശം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കരുണ നമ്മളൊക്കെ സെയിം ഏജ് ആയിരിക്കും. ഞാൻ 90 ബോണാണ്, 90 കാലഘട്ടത്തിൽ ജനിച്ച്. എൻ്റെ അയലോക്കത്ത് ശോശാമ്മയുടെ മോൻ എൻജിനീയറിങ്ങിന് പോയത് കൊണ്ട് ഞാനും എൻജിനീയറിങ്ങിന് പോയൊരു വ്യക്തിയാണ്. ആക്ച്വലി എൻ്റെ പാരൻസ്, മൈ കമ്മ്യൂണിറ്റി, ആരും എൻ്റെ ബോധർ ചെയ്തില്ല ജാക്സൺ എന്താ വേണ്ടത്. സോ അത് ആവർത്തിക്കപ്പെടാതിരിക്കുക. ഇനിയുള്ളവർ അവരുടെ സ്വപ്നത്തിന് സ്വന്തമായിട്ട് പോവുക. ഞാൻ എൻ്റെ ജോലി കളഞ്ഞ് ഞാൻ നല്ലൊരു പ്രൊഫഷണൽ ജോബ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ഞാൻ എൻ്റെ ജോലി കളഞ്ഞ് എൻ്റെ സ്വന്തം കമ്പനി എടുത്ത് ഞാൻ എൻ്റെ ഫാമിലിയെ, എൻ്റെ പാരൻസിനെയും എൻ്റെ മക്കളെയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റ് എന്നെയും എൻജോയും കൊണ്ട് ഒരാളെങ്കിലും തിരുത്തപ്പെടുക. ഒരു പാരൻ്റെങ്കിലും റിയലൈസ് ചെയ്യുക, ഓക്കെ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അവരോട് ചോദിക്കുക എന്താ നിനക്ക് വേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. അല്ല, ഈ സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു സൊസൈറ്റി പ്രഷർ ആയിട്ട് മാറുന്നുണ്ടെന്ന്, ഇപ്പൊ നിങ്ങൾ ലൈഫ് കോച്ചസ് ആണ്, അപ്പൊ മേ ബി നിങ്ങളുടെ അടുത്ത് സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ വന്ന് സംസാരിക്കുമായിരിക്കാം ഇതിനെ പറ്റി. ഒക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ്? ഡയറക്റ്റ് നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ഇതിന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കാറുണ്ട്, ഹെൽപ്പ് സീക്ക് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പാരൻസിനായാലും ഒരു കുട്ടികൾക്കായാലും എന്താണ് എബ്രോഡ് നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവരുടെ ഓൾമോസ്റ്റ് ആളുകളുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് ഈസിയാണ്, ജോലി കിട്ടാൻ ഈസിയാണ്. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MBA പഠിച്ചാൽ എനിക്ക് മേ ബി അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ വൈറ്റ് കോളർ ജോബ് കിട്ടും, അത് ഐ ക്യാൻ ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തോട്ടിലാണ് പോകുന്നത്. പിന്നെ നല്ല ഒരു മിനിമം 3 lakhs to 4 lakhs സാലറി ആണ് എന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ഇവർ സ്റ്റഡി ചെയ്യുന്നില്ല, അവിടെ ആളുകളോട് സംസാരിക്കുന്നില്ല, അവിടെ എത്ര എക്സ്പെൻസസ് ഉണ്ട്, എത്ര ടാക്സ് അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ പഠിക്കുമ്പോൾ തന്നെ 35,000 അപ്പോൾ UK നോക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ സ്പെൻഡ് ആവും. പിന്നെ അതുകൂടാതെ ട്രാവൽ, ഇപ്പോൾ ചില ഏരിയാസിൽ സ്റ്റുഡൻസ് ഡിസ്കൗണ്ടുകളൊന്നും കിട്ടില്ല. അപ്പോൾ ആ ഫുൾ എമൗണ്ട് 10 pounds ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എക്സ്പെൻസസ് വരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലോണും എടുത്തിട്ട് പോയി ജോലിയും കിട്ടുന്നില്ല, ലോൺ അടയ്ക്കണം, മൊത്തം പ്രഷറായി. ഇവർ വിളിച്ചിട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ മെൻ്റലി ഉള്ള സപ്പോർട്ട് ചോദിക്കുക. അത് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ മതി, ഒരുപാട് കേസസ് അറിയാൻ പറ്റും. സോ നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, പാരൻസിനോടായാലും സ്റ്റുഡൻസിനോടായാലും, നിങ്ങൾ ഏത് കൺട്രിയിലും പോയിക്കോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിച്ചോ. പക്ഷേ പോകുന്ന കൺട്രി, അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ജോലി സാധ്യതകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടുമോ, ഉണ്ടെങ്കിൽ എത്ര സാലറി ഉണ്ട്, സാലറി ഇത്ര കിട്ടുന്നുണ്ടെങ്കിലും അതനുസരിച്ച് എത്ര എക്സ്പെൻസസും നിങ്ങൾക്ക് വരുന്നുണ്ട്, എത്ര സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രേ ചോദിക്കാറുള്ളൂ. നിനക്കറിയോ ഒരു മാസം നിൻ്റെ പോക്കറ്റിൽ എല്ലാ ചിലവും കഴിച്ച് എത്ര വീഴും നിനക്കറിയോ? അപ്പോഴാണ് ഒരു 2 minutes സൈലൻസാ. എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. അവിടെ പോയി ഇതാണ് നേരത്തെ അറിഞ്ഞിട്ട് പോയിക്കോ, വി ആർ ഹാപ്പി. അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ എന്നും വിഷമത്തിലായിരിക്കും. എന്നും അവിടെ ചെന്ന ഓരോ കുട്ടികളോട് ചോദിച്ചു ആർ യു ഹാപ്പി, അവർ മിണ്ടത്തില്ല. ഓക്കെ, സോ ഇതാണ് ഞങ്ങൾക്ക് പാരൻസിനോട് പറയാനുള്ളത്. നാട്ടുകാരും ചുറ്റുമുള്ള അയൽവക്കക്കാരും ചോദിക്കും, മോനെ നിനക്ക് ജോലി ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നീ പുറത്തൊന്നും പോകുന്നില്ലടാ, പോയി രക്ഷപ്പെടടാ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലടാ. ഇയാൾ കാലുമോ കാല് കയറ്റി നാട്ടിൽ കറങ്ങി നടക്കുന്ന ആളായിരിക്കും, നീ പോയി രക്ഷപ്പെടണ മോനെ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലടാ. അതാണ് ഇവരെ സ്ട്രെസ് ചെയ്യുന്നത്. ഇത് മാറണം. ആ സ്ട്രെസ് ചെയ്യുന്നതിൻ്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പഠിക്കാനാണ് പോകുന്നെങ്കിൽ പോലും അവൻ വെളിയിൽ ഫേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്, ഞാൻ അവിടെ ജോലി കിട്ടി പോവാണ്. പിന്നെ അവൻ അവിടെ സർവൈവലിൻ്റെ ഒരു ഓട്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരു ക്രിമിനൽ
ആറ്റിറ്റ്യൂഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സ്റ്റഡി അബ്രോഡിൽ. അവന് പൈസ ഇല്ലാതെ വരുമ്പോൾ അവൻ്റെ ID സെല്ല് ചെയ്യുക, അവൻ്റെ ബാങ്ക് അക്കൗണ്ട് സെല്ല് ചെയ്യുക, കാരണം അവന് ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ അക്കൗണ്ടുകൾ ആക്ച്വലി ഇത് വാങ്ങുന്ന ആളും ഈ കുട്ടികൾക്കും അറിയത്തില്ല ഇത് ആക്ച്വലി യൂസ് ചെയ്യാൻ പോകുന്നത് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. ഇവൻ്റെ റെസിഡൻസ് ID ആയിക്കോട്ടെ, ഇവൻ്റെ ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ഇവനത് നാട്ടിലെത്താനോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കാനോ ഇവനത് സെല്ല് ചെയ്യുന്നു 20 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 35,000 രൂപയ്ക്കും പല ഓരോന്നിനും ഓരോ പൈസയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവൻ ഇത് സെല്ല് ചെയ്തിട്ട് ഇവൻ നാട്ടിൽ പോരുവാണ്. ആക്ച്വലി റെക്കോർഡിക്കലി ഇത് മറ്റൊരാൾ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്നു. ക്രിപ്റ്റോ കറൻസിക്ക് ആവാം, എനിത്തിങ്. സോ 100 പേര് പോകുമ്പോൾ ഒരാളുടെ തെറ്റുകൊണ്ട് കേരളത്തിൽ നിന്ന് മറ്റൊരു കുട്ടി ചെല്ലുമ്പോൾ അവനെയും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. സോ ഇത് മൊത്തത്തിൽ ഓവറോൾ എല്ലാ ക്രൗഡിനെയാണ് ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ട്രെൻഡിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. UK ട്രെൻഡായാൽ UK, 2006 ബിടെക് ട്രെൻഡായപ്പം എല്ലാവരും ബിടെക്കുകാർ, 2012-13 സമയത്ത് IT ട്രെൻഡായപ്പോൾ എല്ലാവരും IT-ക്കാർ. ഈ ആടിനെ പോലെയാണ്, മേന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ് എല്ലാവരും. സോ നോബഡി വിൽ റിയലൈസ് ഇറ്റ്. എനിക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാനത് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് ഈവൻ ഡൺ, ഞാൻ അതിൽ മേഖലയിൽ ജോലി ചെയ്തിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് എനിക്ക് ട്രെയിനിങ് സെഗ്മെൻ്റ് ആണ് അറിയാവുന്നത്. സോ ഞാൻ അവിടെ നിന്ന് എൻ്റെ കരിയർ വീണ്ടും ചൂസ് ചെയ്തു. അയലോക്കത്തെ വീട്ടിലെ ശോശാമ്മയുടെ കാര്യം എൻ്റെ അപ്പൻ കേട്ടത് കൊണ്ടാണ് എൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ലാതിരിക്കുന്നത്. വേറൊരാളത് പഠിച്ചിരുന്നെങ്കിൽ അയാൾക്കത് യൂസ്ഫുൾ ആയേനെ, എനിക്ക് വേറെ ആയിരുന്നു. സോ ഇന്ന് കുട്ടികൾ, ഇന്നും പാരൻസും കുട്ടികളും വാശിയിലാണ്. അയലോക്കത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ 2 വീട് മാറി ഒരാൾ UK പോയാൽ സോ എനിക്ക് UK പോകണം. ബട്ട് ആക്ച്വലി അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ആരും അറിയുന്നില്ല. പിന്നെ പെടുന്ന ഒരാൾ അറിയിക്കുന്നുമില്ല. അത് ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം, ഈ പോകുന്ന സ്റ്റുഡൻസ് തന്നെ അവർ റെപ്യൂട്ടഡ് അല്ലാത്തൊരു കോളേജിലേക്കായിരിക്കാം ഈ ഏജൻസി അവരെ സെൻഡ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യുന്നു ഇതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. അവർ തന്നെ നാട്ടിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലി ആൾക്കാരെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാൻ, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് കമ്മീഷൻ. ഒരു 15-20% അവരുടെ ഫീസിൽ നിന്ന് അവർക്ക് കമ്മീഷൻ കിട്ടുവാണ്. സോ ഇവരൊരു കോൺട്രാക്ട് ഈ കോളേജുമായിട്ട് വെക്കുന്നു. ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. അപ്പം ഇതിൽ നമ്മൾ എത്ര അവയർനെസ് കൊടുത്താലും കുട്ടികൾ പറയുന്നത് അവരവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്തോ നമ്മുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, ഭയങ്കര സേഫ് ആണെന്ന് പറയുന്ന പോലെ നമ്മൾ സേഫ് ആകാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എബ്രോഡ് രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ മേ ബി നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പം കുറെ പ്രൊമോഷണൽ വീഡിയോസിൽ നമ്മൾ കാണുന്ന കുറച്ച് കമന്റ്സ് ആണ്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്, നിങ്ങൾ എബ്രോഡ് വന്ന് താമസിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തറിയാം. അപ്പം ഇപ്പൊ നിങ്ങൾ റിയാലിറ്റി പറഞ്ഞാലും മേ ബി നിങ്ങൾക്കും അത് ഫേസ് ചെയ്യേണ്ടി വരാറില്ല, അതോ വന്നിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ, ജാക്സണും പറഞ്ഞ പോലെ അബ്രോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും പ്രോബ്ലംസ് വരത്തില്ല. ഓക്കെ, ചില ആളുകൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ്, അവരുടെ കാപ്പബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ഇവൻ സ്കോർ, ഇപ്പോൾ അവർ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സാവുന്ന ആ ഒരു സ്കോർ തന്നെ. ഫോർ എക്സാമ്പിൾ, ഒരാൾ MBA പഠിച്ച ഒരാൾക്ക് അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ അവിടെ എത്ര കുട്ടികൾ അതുപോലെ പഠിച്ചിട്ടുണ്ടാവും. ഈ അത്രയും വേക്കൻസീസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കോമ്പറ്റേറ്റ് ചെയ്തിട്ട് അവർക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ കഴിവ് കുറഞ്ഞവരോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞവരോ അല്ലെങ്കിൽ ആ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന സ്കില്ലില്ലാത്തവർ അവിടെ തഴയപ്പെടും. ഇനി പച്ചയായ ഒരു സത്യം പറയാം, അതായത് അവിടെ ഹെൽത്ത് കെയർ സെക്ടറിലും സർവീസ് സെക്ടറിലും മാത്രമാണ് ജോലി വേക്കൻസികൾ കൂടുതലുള്ളത്. കാരണം ഏത് കൺട്രി ആണെന്നൊന്ന് മെൻഷൻ ചെയ്യണം. ബിക്കോസ് ഹെൽത്ത് കെയറിൽ വേക്കൻസീസ് ഇല്ലാത്ത കൺട്രീസ് ഉണ്ട്. കാരണം കുറെ നഴ്സുമാരും നമ്മൾക്കിപ്പോൾ യൂറോപ്പിൽ മെസ്സേജ് അയക്കാനും, ഇപ്പൊ ഫ്രാൻസ് ഫോർ എക്സാമ്പിൾ, അവിടെ ഹെൽത്ത് കെയറിൽ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ കൺട്രിയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ UK എടുക്കാം. UK എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളതും ഇന്ത്യൻസിൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതർ കൺട്രി ആളുകളെ കാര്യമായിട്ടോ പറയുന്നത്. കൂടുതൽ പെട്ടെന്ന് ജോലി കിട്ടുന്നതും ഹെൽത്ത് കെയർ സെക്ടറിൽ, അത് സീനിയർ കെയർ പോലെയുള്ള ജോലികളോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് പോലെയൊക്കെയുള്ള ഫുഡ് റിലേറ്റഡ് അല്ലെങ്കിൽ സർവീസ് സെക്ടറുകൾ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടുത്തെ UK നാഷണാലിറ്റീസിനൊന്നും ഇങ്ങനെയുള്ള ജോബുകളിൽ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. അവർക്ക് ദേ ഹാവ് അതർ ജോബ്സ്. ഓക്കെ, സോ ഇവിടെ മാസമായിട്ടുള്ള ഒരു വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ,
ഞാൻ നേരത്തെ ചോദിച്ച പോലെ എന്തിനാണ് പോകുന്നത്, ജോബിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന ആ ഒരു ഇൻറ്റൻഷൻ ആണെങ്കിൽ അവിടെ എന്ത് ജോലി കിട്ടുന്നു ആ ഒരു കോഴ്സ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുക, ആ ജോലിക്ക് കയറുക. അല്ലാതെ ഫോർ എക്സാമ്പിൾ MBA പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും IT സെക്ടറിൽ പഠിച്ചിട്ട് അതിനൊന്നും ജോലി കിട്ടാതെ ഇങ്ങനെ ഒരു വീണ്ടും ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിലേക്ക് വരുമ്പോൾ സ്ട്രെസ് ആവില്ലേ? ഇപ്പം ഞങ്ങളിപ്പോൾ മേജർ ഈ പറഞ്ഞ IT സെക്ടറിൽ ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി വളരെ തറവായിട്ട് ഇതിൻ്റെ പുറകെ പോയി തപ്പി ഈ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്. IT സെക്ടറിൽ മലയാളികൾ വേണ്ട എന്ന് പറയുന്നത് അവിടുത്തെ UK റിയാലിറ്റിയാണ്. AI ആയിക്കോട്ടെ അല്ലെങ്കിൽ IT മേഖലയിൽ അവർ പറയുന്നത് ഇന്ത്യൻസിനെ വേണ്ട, എക്സ്പെഷ്യലി മല്ലൂസിനെ അവർക്ക് വേണ്ട. ശ്രീലങ്കയിൽ നിന്ന് പോലും ഒരാളെ എടുക്കുന്നുണ്ട്. ഇന്ത്യൻസ് അല്ല മലയാളീസിന്റെ കാര്യമാണ് പറയുന്നത്. സ്പെസിഫിക് സം ഏരിയാസിൽ അതുണ്ട്. കാരണം ഈ റീസെൻ്റ്ലി ഉണ്ടായ ഇഷ്യൂസ് അറിയാലോ, ന്യൂസ് ആയിരുന്നു. ലൈക്ക് ഓണാഘോഷങ്ങൾ, കഴിഞ്ഞ വർഷത്തെ ആഘോഷങ്ങൾ മുണ്ടൊടുക്കുക അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക, പബ്ലിക്കായിട്ട് ചെയ്യുക. അപ്പോൾ ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ അടിപൊളിയായിട്ട് തോന്നും, നമുക്ക് തോന്നും. പക്ഷെ ആ കൺട്രിയിലുള്ളവർക്ക് അത് തോന്നണമെന്നില്ല. ഇപ്പം നമ്മുടെ കൺട്രിയിൽ വന്നിട്ട് മറ്റ് രാജ്യക്കാർ, ഈവൻ വേറെ സംസ്ഥാനക്കാർ വന്നിട്ട് എന്തെങ്കിലും അവരുടേതായത് ചെയ്താൽ നമ്മളെങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? സെയിം ഇഷ്യൂ ആണ് അവിടെ. അപ്പം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്നത്. അപ്പം ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വന്നെത്തുന്നത് സ്കാമിലേക്കാണ്. സ്കാം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ അവർ ഇങ്ങനെയുള്ള പ്രഷറുകൾ വരുമ്പോഴും ജോബ് കിട്ടാത്ത സിറ്റുവേഷൻസ് വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്കോറില്ല, ഇവിടെ അധികം എലിജിബിലിറ്റി കുറവാണ്, എങ്ങനെയെങ്കിലും എത്തിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ എയിം ചെയ്യുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടാതെ വരുമ്പോൾ ഏജൻസീസിന് ഏറ്റവും അധികം ബെനിഫിറ്റ്സ് കിട്ടുന്ന, കമ്മീഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരെ കൺവിൻസ് ചെയ്ത് പുഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മൈൻഡുള്ള സ്റ്റുഡൻസിന് എന്താ, എങ്ങനെയെങ്കിലും എനിക്ക് എത്തിപ്പെട്ടാൽ മതിയല്ലോ, അപ്പൊ പിന്നെ ഇതിന് പോയേക്കാം, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ ഏതെങ്കിലും ജോലി കയറി രക്ഷപ്പെട്ടോളാം, എനിക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ സിറ്റുവേഷൻസ് ആർ വെരി ടഫ്. റിയാലിറ്റി അറിയുന്നത്. ബിടെക് പഠിച്ചിട്ട് ഏജൻസി പറഞ്ഞു ലക്ഷറി മാനേജ്മെന്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ റൈറ്റ് നൗ നമ്മുടെ നാട്ടിലുള്ളത്. ഈ ഒരു ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ഇസ് റിയലി ഗുഡ്. ബിക്കോസ് എല്ലാവരും എപ്പോഴും സ്കാമിന് പുറകെ വീണു പോകുന്ന ആൾക്കാരാണ്. റോങ് ഇൻഫർമേഷൻ പറയുന്നതിനെ ട്രസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ കുറെ ഏജൻസീസിന്റെ USP ഇസ് ലോ കോസ്റ്റ് ആൻഡ് എങ്ങനെങ്കിലും നിങ്ങളെ ഞങ്ങൾ എത്തിച്ചേക്കാം. അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് പോളണ്ടിൽ പോകാം. ഞാൻ റീസെന്റ് കണ്ടൊരു ഇതാണ്, 1.5 ലക്ഷത്തിന് നിങ്ങൾക്ക് പോളണ്ടിൽ പോകാം. പക്ഷെ പോളണ്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അവർക്ക് വിളിച്ചു കഴിഞ്ഞാലും നോ ആൻസർ. അപ്പം അതാണ്. അല്ല, അത് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു നല്ലത് ചെയ്യുന്ന ഒരാള് അയാൾ അവിടെ ഏറ്റവും ബെറ്റർ പ്രൈസിങ് ഇട്ട് നല്ലത് സെല് ചെയ്യാൻ ഇരുന്നാലും ഇപ്പുറത്തൊരാള് അയാൾ ഒന്നെടുത്താൽ 5 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 3-ന് 6 എഴുതി വെച്ചാൽ ആളുകൾ അവിടെ പോകത്തുള്ളൂ. ആക്ച്വലി ഇവിടുത്തെ നമ്മളാരും റിയലൈസ് ചെയ്യുന്നില്ല. ഒരാൾ 5-ന് പറഞ്ഞു, അതേ സാധനം എങ്ങനെ ഒരാൾക്ക് 6-ന് 3 തരാൻ പറ്റുമെന്ന് റിയലൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതിലെന്തോ ഉണ്ട് എന്ന്. ക്വാളിറ്റി മാറ്റേഴ്സ്. അപ്പൊ ഇവിടെ ആരും അത് റിയലൈസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഇപ്പം മെജോ നേരത്തെ പറഞ്ഞതിനകത്ത് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പം UK കാനഡ ആയിക്കോട്ടെ, എനിവേർ മലയാളി മുണ്ടൊക്കെ എടുത്ത് ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ വലിയ ക്യൂവിൽ പോയിട്ട് മറ്റേ എന്താ പറയുക, അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കുമ്പോൾ അവൻ അവിടെ കമന്റുകൾ വരും, മലയാളി പൊളിയാണ്, UK അവൻ മുണ്ടെടുത്തിറങ്ങി. ആക്ച്വലി നീ കാരണം ഇനി വരാൻ പോകുന്നവനോടാണ് നീ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ള റിയാലിറ്റി അവൻ റിയലൈസ് ചെയ്യുന്നില്ല. നീ പോകുന്ന രാജ്യത്തിൽ മലയാളി മുണ്ടെടുത്ത് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഷോ ഓഫിനാണ് പ്രശ്നം. സോ ഈ ഷോ ഓഫ് കാണിക്കുമ്പോൾ, റോഡിൽ സർക്കസ് കാണിക്കുമ്പോൾ മലയാളി പൊളിയാണ്, അവൻ അവിടെ പോയിട്ട് അത് ബാധിക്കപ്പെടുന്നത് ഈ സ്റ്റഡി അബ്രോഡിനോ അല്ലെങ്കിൽ വല്ല PR-ന് നോക്കാൻ പോകുന്ന സാധാരണക്കാരനാണ്. ഇവിടുന്ന് 10-40 ലക്ഷം രൂപ മുടക്കി പോകുന്നവനാണ് ഇതിന്റെ ആഫ്റ്റർ ഓൾ എഫക്ട്സ് കൊള്ളുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ കൂടി വന്നാൽ ഒരു 5-6 വർഷത്തിനുള്ളിൽ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കാരെ ബാൻ ചെയ്യും, അല്ലെങ്കിൽ മലയാളിയെ ബാൻ ചെയ്യും. നീ ഇനി ഇങ്ങോട്ട് വരണ്ട. അയർലൻഡ് പോലെയൊക്കെ അവർ ഇന്ന് വളരെ പ്രിസൈസ്ഡ് ആയിട്ട് നോക്കി ക്വാളിറ്റി ഉള്ള ആളുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ എല്ലാ രാജ്യങ്ങളും ആയാൽ, ഒന്നാമത് നമ്മുടെ നാട്ടിൽ സ്കേഴ്സിറ്റിയാണ് ജോബിന്. 10 വേക്കൻസിക്ക് 5000 പേര് ക്യൂ നിൽക്കുന്ന നാടാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാനും ഇന്ത്യയിലാണ് പഠിച്ചത്, പക്ഷേ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ
കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുന്നില്ല അല്ല ഉണ്ടാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ഇല്ല. ബെറ്റർ ആളുകളെല്ലാം വെളിയിൽ പോവാണ്. ബാക്കി ആളുകൾ ഇവിടെ നിൽക്കുന്നേ, അവര് കഷ്ടപ്പെട്ട് 4 വർഷം പഠിച്ചിട്ട് അവൻ സൊമാറ്റോയിൽ സ്വിഗ്ഗിയിൽ ഓടുവാണ്. 10,000 അല്ലെ 15,000. ഞാൻ ആ ജോബിനെ കുറച്ച് കാണുന്നതല്ല. പിന്നെ എന്തിനാണ് പഠിക്കേണ്ടത്? എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുക. ബേസിക് എഡ്യൂക്കേഷൻ മതിയല്ലോ, എഴുതാനും വായിക്കാനും അറിയാൻ ഇപ്പൊ നമുക്ക് അതും ഒരു കുറച്ചിലാണല്ലോ, ഡിഗ്രി വരെയെങ്കിലും മിനിമം പഠിക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു നാണക്കേടായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഡിഗ്രി വരെ പഠിക്കും. ഇപ്പം താങ്കൾ ഡിഗ്രി പഠിച്ചു, ഞാൻ ഡിഗ്രി പഠിച്ചു, ഞാൻ ഡിഗ്രി പഠിച്ചു. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പഠിച്ചത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സോ എൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് റൈറ്റ് പാത്ത് എന്ന് തോന്നുന്ന ആ പാത്തിലേക്ക് പോകുക. അല്ലാതെ മറ്റൊരാൾ പറയുന്നത്, ഇപ്പം നമ്മൾ പറയുന്നതും ആളുകൾ കേൾക്കണ്ട. അത് അവർക്ക് ഇന്ന് 2024 ഗൂഗിളിൽ എല്ലാത്തിനുമുള്ള ആൻസർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ കയറിയാൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവർക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ നീ എന്തിനാണ് വഞ്ചിക്കപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നീ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നത്? ചാറ്റ് GPT ചോദിച്ചാൽ അറിയാമല്ലോ ഇന്ന് കാനഡയിൽ പോയാൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണെന്ന്. അത് എനിക്കിപ്പം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ ഫ്രാൻസിൽ ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ ഫ്രാൻസിൽ നിന്ന് കുറെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. അതും കോളേജിന്റെ പേര് വെച്ചിട്ട് ലിസ്റ്റ് അയക്കും. എന്നോട് ഏജൻസീസ് ഈ കോളേജ് പറഞ്ഞു, ഈ കോളേജ് നല്ലതാണോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ. എനിക്ക് മേ ബി 1 or 2 കോളേജസേ അറിയത്തുള്ളായിരിക്കും. ദ റെസ്റ്റ് ഐ ഗോ ടു ചാറ്റ് GPT ആൻഡ് ആസ്ക്. ഇത് ട്രിപ്പിൾ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചാലേ ജോലി സാധ്യതയുള്ളൂ അവിടെ. അപ്പം ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട് ട്രിപ്പിൾ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് ആണോ എന്ന്. അപ്പം ഈ സെയിം തിങ് അവരൊരു എഫേർട്ട് എടുത്ത് അവരുടെ ഫോണിൽ നിന്ന് ചെയ്താൽ മതി. അപ്പൊ അത്രയും പോലും എഫേർട്ട് എടുക്കാതെ ഏജൻസീസ് എന്താണോ സ്പൂൺ ഫീഡ് ചെയ്യുന്നത് അത് അതേപോലെ വിശ്വസിച്ച് വരാനിരിക്കും. അവിടെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളോട് ചോദിച്ചത് റീസൺ എന്താ? നിങ്ങളോട് ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇതേ ട്രസ്റ്റ് ഈ പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാം അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം കുട്ടികളെ കയറ്റി വിടുന്ന ഏജൻസീസിനുണ്ട്. അപ്പൊ ഇവരെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയുന്ന അങ്ങനെ തന്നെ വിശ്വസിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ജെനുവിൻ ഒരു ഏജൻസി ആണെങ്കിൽ അവര് ജോബ് ഓഫർ കൊടുക്കത്തില്ല. അതായത് അവിടെ ചെന്നിട്ട് നിനക്ക് എന്തായാലും ഞങ്ങൾ ജോലി തരാം എന്നൊന്നും പറയില്ല. കാരണം അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ, ചില കമ്പനികളുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് അത്രയും ഉള്ളവർ മാത്രമായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി ശരിക്കും നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾ 100% ഇന്ന ജോലി കിട്ടും, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ ഇത്ര സാലറി ഏൺ ചെയ്യാന്നൊക്കെ പറയുന്നത് റിസ്ക് ആണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു ഓഫറിനെ വളരെ സ്മാർട്ടായിട്ടായിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരോട് പറയുന്നത്. അതിൽ അവർക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ, ഞാൻ പോയാൽ എനിക്ക് ഒരു മാസം ഇത്ര കൃത്യ എമൗണ്ട് ഏൺ ചെയ്യാം, ആ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് അടിച്ചു പൊളിക്കാം, ഫുഡ് കഴിക്കാം, ബാക്കി എനിക്ക് നാട്ടിലേക്ക് അയക്കാം. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്. സോ അത് ശരിയല്ല. അത് കറൻസി വെച്ചിട്ടല്ലേ. ഇപ്പൊ യൂറോ ആണെങ്കിലും പൗണ്ട് വെച്ചിട്ട് ഇവര് പറയുന്നത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ. അപ്പൊ നമ്മുടെ നാട്ടില് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് മേ ബി 25 to 30 ആയിരിക്കാം ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അവര് നോക്കുമ്പോ കൊള്ളാലോ 1 ലക്ഷം. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല 35 to 40 അക്കോമഡേഷൻ തന്നെ പോയി. നമ്മുടെ ഇത്രയും സൗകര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ ഒരു സ്പേസിലാണ് ഈ 35 കൊടുക്കണ്ടേന്ന് അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഈ റിയലൈസേഷൻ കംസ് ആഫ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞിട്ട്. ഈ കിട്ടുന്ന സാലറിയെ കുറിച്ച് ഇവരൊക്കെ പറയത്തുള്ളൂ, എത്ര എക്സ്പെൻസസ് ഉണ്ടെന്ന് പറയില്ല. അതിപ്പോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളോട് എത്ര ഉണ്ട് സാലറി, ഫസ്റ്റ് അവർ പറയും 3 lakhs എന്ന് പറയും. നമ്മൾ ചോദിച്ചാലേ ബാക്കി പറയത്തുള്ളൂ എന്താണ് നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടുന്നു. സോ ഇത് തന്നെയാണ് സ്റ്റുഡൻസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അറിയാതെ പോയി പെടുന്നതാണ്, അത് അറിഞ്ഞുകൊണ്ട് പോയിക്കോളൂ. അല്ല, ഈ അറിഞ്ഞുകൊണ്ട് പോയിക്കോളൂ. നിങ്ങളുടെ ഇപ്പം ഈ ഒരു 12 ആൾക്കാരെ നിങ്ങൾ അടുത്തൊരു ഇൻടേക്ക് ഇപ്പം ഈ ഒരു ഡിസംബർ കഴിഞ്ഞിട്ടാണ് അല്ലെ, ഡിസംബർ വരെ നിങ്ങളുടെ ഈ ഒരു ജേർണി നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മളിപ്പോ ഇതിനകത്ത് ഡിസംബർ ആവുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ 20 days യാത്ര, അത് കഴിഞ്ഞ് 12 കുട്ടികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന് അവരുടെ റിസൾട്ട്സ് ഒക്കെ വരണം. അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ പ്ലസ് നമ്മൾ ഇതിനപ്പുറത്തേക്ക് ഡിസംബർ ഒരു ആഫ്റ്റർ 25th നമ്മൾ പ്ലാൻ ചെയ്യുന്നത് UK, കാനഡ, ജർമ്മനി ഏത് രാജ്യത്ത് പോയി പെട്ട്. നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ ഇതുവരെ ഒരു അപ്രോക്സിമേറ്റ്ലി ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു 1 ലക്ഷം അപ്പോയിന്റ്മെന്റ്സ് എങ്കിലും എടുക്കേണ്ടി വരുമെന്നാണ്. 1 ലക്ഷം വന്നാലും ഈ 1 ലക്ഷം കുട്ടികളെ അവർക്ക് വന്ന ബുദ്ധിമുട്ടുകളെ ടാക്കിൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുക നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഡിസംബർ, ജനുവരി, മാർച്ച് വരെ നീക്കുന്നത് ഈ 12 കുട്ടികളെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 1 ലക്ഷം ഉണ്ടെങ്കിൽ ഈ 1 ലക്ഷം പേരെ ഒരിടത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്ത് ഇൻഡിവിജ്വലി അവരുടെ ഇഷ്യൂസ് കേട്ട് അവരുടെ പ്രശ്നം കേട്ടിട്ട്, ഇനി ചിലപ്പം പോയിട്ട് പഠിച്ചിട്ട് പെട്ട ഒരാളാണെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്താൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഓഫർ ചെയ്യുക, ജോബ് ആണെങ്കിൽ ജോബ് ചെയ്യുക,
ഇനിയല്ല സ്കാമിൽ പെട്ടാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് അവനെ കാശ് വാങ്ങിച്ചു കൊടുക്കാനാണ് അങ്ങനെ. സോ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. സോ ഇതൊരു വലിയൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഇത് ഒരിക്കലും ഒരു കണ്ണടച്ച് തുറക്കുന്ന നിയമത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സേഫ്റ്റി അതിനകത്ത് അഷുറൻസ്, ഞങ്ങൾ ഈ ഒരു കാര്യം പ്രോപ്പർലി സക്സസ്ഫുൾ ആയാൽ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ ഈ കാര്യങ്ങൾ അവരെ അറിയിക്കും. ഇതിനൊരു പ്രോപ്പർ മാനറിൽ അറിയിച്ച് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടെന്നും ഇനി സ്കാം ചെയ്യുന്നവനെ IT ED എവിടെയൊക്കെ പിടിപ്പിക്കണോ അവിടെ പിടിപ്പിച്ചുകൊണ്ട് ഒരു 2026 ഈ സ്കാമുകളിൽ ഒരു 10% എങ്കിലും നമ്മളെ കൊണ്ട് നിർത്താൻ സാധിച്ചാൽ നമ്മൾ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഇതൊരു ഞാനും മേലുള്ള കളിയാണ്. നമ്മൾ എത്രത്തോളം ഇത് ചെയ്യുന്നു, കാരണം സ്കാം ചെയ്യുന്നതിനോടൊപ്പം ഇന്ന് സിസ്റ്റമുണ്ട്, ഞങ്ങളുടെ കൂടെ സിസ്റ്റം ഇല്ല. സിസ്റ്റത്തിനെതിരെ ഞങ്ങൾക്ക് പോകാനും പറ്റത്തില്ല. ഒരു കോമൺ മാനിന് സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് പോയാൽ എൻ്റെ ഐഡൻറ്റിറ്റി പോലും ഇവിടെ ഇല്ലാതായി. ഇപ്പോൾ അതാണ് ഇന്ത്യ. സോ ഓൾവേസ് എനിക്ക് ആ പേടിയുണ്ട്, കാരണം എനിക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, എനിക്ക് എൻ്റെ ഇൻഡിവിജ്വൽ ബിസിനസ് ഉണ്ട്, എനിക്ക് എൻ്റെ അപ്പോൾ ഇതെല്ലാം എനിക്ക് ടേക്ക് കെയർ ചെയ്തുകൊണ്ടാകണം എനിക്കിത്. പക്ഷേ മാക്സിമം വി ആർ ഗോയിങ് ടു ട്രൈ ദിസ്. എന്തായാലും ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കുക, മാക്സിമം റിസൾട്ട്സ് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയ ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാ തെളിവുകളും വേണം നമ്മൾ ഇതിൻ്റെ റൈറ്റ് പാത്തിലേക്കാണ് എത്തിക്കുന്നത്. പിന്നെ പ്ലസ് നമ്മളോടൊപ്പം വരുന്ന ഇപ്പം ഇന്ന് ഇത് കാണുന്നവർക്കും അല്ലെങ്കിൽ കരുണയ്ക്ക് മനസ്സിലുണ്ടാകാം ഈ ബ്രാൻഡ് വരുന്നത് മാർക്കറ്റിങ്ങിനല്ലേ, കാശിനല്ലേ, ജാക്സനും മെജോയും പൈസക്കല്ലേ. ഡെഫിനറ്റ്ലി ഇതിനകത്ത് പൈസയല്ല. അല്ല, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളതും ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണല്ലോ. അപ്പൊ എനിക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ ചോദ്യം വരാം, എന്തിനവര് ഈ ഒരു ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു, ഇതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടം എന്നുള്ളൊരു ചോദ്യം ഡെഫിനറ്റ്ലി വരാം. അതിന് ഉള്ളൊരു ഉത്തരം നിങ്ങൾ കൊടുക്കണം. ഫസ്റ്റ് തിങ്, ഫെയിം വേണം. ഡെഫിനറ്റ്ലി ഫെയിം ഉണ്ടെങ്കിൽ ഇന്ന് ഒരു ബ്രാൻഡ് ഞങ്ങളുടെ അടുത്ത് വന്നെങ്കിൽ നാളെ 100 ബ്രാൻഡ് വരും. ജാക്സനും മെജോയും ഇത് ചെയ്ത് പ്രൂവണായി ഇത് സക്സസ് ആയെന്ന് അറിയുമ്പോൾ താല്പര്യമുള്ളവർ വരും. ചിലപ്പം ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന കരുണ തന്നെ കരുണയുടെ ഒരാളെ പഠിപ്പിക്കാൻ പറ്റിയ കാരണം ഞങ്ങളെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യും, ഞാൻ ഒരാളെ വേണേൽ സ്പോൺസർ ചെയ്യാം. ഇതുപോലെ കുന്നിക്കുരുവോളം പോലെ ഇങ്ങനെ ഓരോരുത്തർ വന്നാൽ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന 10,000 പേരിലേക്ക് എത്താൻ പറ്റൂ. ഇത് ഒരാളുടെ സ്വപ്നമല്ല. ഇതിങ്ങനെ നമ്മൾ വല നെയ്യുന്നത് പോലെ പലരുടെ എഫേർട്ടാണ്. ഇത് കണക്റ്റിംഗ് തിങ് ആണ്. ആളുകളെ കണക്ട് ചെയ്ത് ഒരു വലിയ ചെയിൻ ആക്കിയാൽ മാത്രമേ സ്റ്റാർട്ടിംഗ് 12 എന്നുള്ളത് നാളെ ഒരു 50 പേരെ അല്ലെങ്കിൽ 100 പേരായിട്ട് വളർത്തിയെടുക്കണം എന്നുള്ളൊരു പ്രൊജക്ട് ആയിട്ടാണ് നിങ്ങൾ തിരിച്ചേക്കുന്നത്. ഇതിപ്പോ പറഞ്ഞ പോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ജാക്സൺ അത് ഒറ്റയ്ക്കായിരുന്നു തുടങ്ങി. ഈ വർഷം ഞാൻ ജോയിൻ ആയി, അതുപോലെ ഓരോരുത്തർ ജോയിൻ ആവുന്നു. ഈ കൺസെപ്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആണ്. കാരണം എന്താ പറയുക, ഇപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞല്ലോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ഞാൻ കാരണം ഓൾ ഇന്ത്യയിൽ നിന്ന് ഒരു 13 പേര് പൊട്ടിപ്പോയി. 13 ക്രെഡിറ്റ് ട്രാൻസ്ഫർ നിർത്തിപ്പോയി. അതിനെതിരെ ജാക്സനെതിരെ എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഒറ്റക്കെടുത്ത എഫേർട്ട് എൻ്റെ 32 ഡേയ്സ് 32 ദിവസം കൊണ്ട് 12 പേര് മടങ്ങിയെങ്കിൽ ഞാനും മെജോർഡ് എടുക്കുന്ന 20 ദിവസം കൊണ്ട് ചിലപ്പോൾ ഇനി സ്റ്റഡി അബ്രോഡിൽ ഒരു 100 പേർക്ക് ആകാം. കാരണം റിയാലിറ്റി ആളുകൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക അത് തുടങ്ങുമ്പോഴാണ് സ്കാമർ പതുക്കെ ഉൾവലിയും ആമയുടെ കഴുത്ത് ഉള്ളിലോട്ട് വലിക്കുന്നത് പോലെ. കാരണം അവന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഞങ്ങൾ ആരെയും നേരിട്ട് കൈ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 ട്രെയിനേഴ്സാണ്, ബിസിനസ് കോച്ചാണ്, അല്ലെങ്കിൽ ലൈഫ് കോച്ചാണ്. ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. ഒരു ബിസിനസ് ഉണ്ടാക്കണം, അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെ കെട്ടിപ്പടുക്കണം. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, ഡോണ്ട് ഡു സ്കാംസ്. ഒരാളുടെ ഭാവി വെച്ച് കളിക്കരുത്. നേരായ രീതിയിലൂടെ ഞങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്കാം ചെയ്യുന്ന കമ്പനികളെ കണ്ടുപിടിക്കുക, അവരെ വലിച്ചു കീറുക, അല്ലെങ്കിൽ അവരെ അതല്ല. നമുക്കിത് അത് ചെയ്യാൻ ഇവിടെ നിയമങ്ങളുണ്ട്, ആളുകളുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മള് പറ്റാത്തത് എന്തുകൊണ്ടാ? പൈസ ഉണ്ടായത് കൊണ്ട് മാത്രം ചെയ്യാത്തവരും അല്ലെങ്കിൽ ഉണ്ടായിട്ടും ചെയ്യാത്തവരുണ്ട്. പക്ഷെ നമുക്ക് ചില കോൺസെപ്റ്റുകൾ, ഇതുപോലെ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. സോ ആ ഒരു കോൺസെപ്റ്റ് വഴി ഇത്രേ ഉള്ളൂ, മാക്സിമം കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തന്നെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ സ്കാമുകളിൽ പെടാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ട റിസൾട്ട് അവിടെ താനെ നടന്നോളും. അല്ല, ഈ 12 പേർക്ക് നാളെ അതിലൊരു 5 പേർക്ക് ജോലി കിട്ടിയില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? അത് ഇപ്പൊ താങ്കൾ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രേ ഉള്ളൂ. കരുണയാണ് വരുന്നതെന്ന് വെച്ചു. കരുണയ്ക്ക് വളരെ സുതാര്യമായി ഞാൻ ഓപ്ഷൻ തന്നു സെലക്ട് ചെയ്യാൻ.
കരുണ എന്നിട്ടും ആ ഓപ്ഷൻസിനെ മീറി വേറെ കോഴ്സ് എടുത്താൽ ഐ കാൺ ഹെൽപ്പ് യു. അല്ല ഇപ്പൊ സ്കോപ്പ് എത്രയോ പേര് ഞാൻ പറയാം, ഇപ്പം യൂറോപ്പിലൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പം ജർമ്മനിയിലൊക്കെ IT സെക്ടർ കുറച്ചും കൂടെ ജോലി സാധ്യത, ഇപ്പൊ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞവർ കുറച്ചും കൂടെ ജോലി സാധ്യത ഉള്ള ഒരു കൺട്രിയാണ്. എന്നിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഐ ഡോണ്ട് സേ ലക്ക്, ബട്ട് അതും ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് അതും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബിക്കോസ് ഓഫ് ആ പേഴ്സൺ ഈ ഒരു കോഴ്സ് എടുത്തത് കൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാതിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കോഴ്സിന് മേ ബി സ്കോപ്പ് ഉണ്ടായിരിക്കാം, എന്നിട്ടും ജോലി കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് കുട്ടി എടുക്കത്തുള്ളൂ, കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരാൾ. 100 ഇപ്പം ഞങ്ങൾ കേരളത്തിൽ ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു യാത്ര കൊണ്ട് ഒരു 2500ഓളം ആളുകൾ നമ്മളെ ബന്ധപ്പെടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രൊജക്ഷൻ. ഈ 2500 നിന്നാണ് നമ്മൾ 12 പേരെ എടുക്കാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് പഠിക്കാൻ ആഗ്രഹമുള്ള, മാർക്കുള്ള, അവൻ്റെ മൊത്തം ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള തോട്ട് പ്രോസസ് ഉള്ള അങ്ങനെ ഉള്ള 12 പേര് അവർക്കൊരിക്കലും ജോലി കിട്ടാതിരിക്കില്ല. സി ഇപ്പം വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ ഗൂഗിളിൽ ഒരു 8 years വർക്ക് ചെയ്തു. ഹി സ്റ്റഡീഡ് അറ്റ് കെറ്റ്. എന്നിട്ട് ജോലി കിട്ടാതെ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ ഗൂഗിളിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക്, നമുക്ക് അത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരാൾ, അപ്പം അയാൾക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി സോ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പേടിച്ചിരുന്നിട്ട് ഇത് കൊടുക്കാതിരുന്നോണ്ട് കാര്യമില്ല. ഞാനൊരു ഫാക്ട് ആണ് ചോദിക്കുന്നത്. നമ്മൾ വെരി ക്ലിയർലി പറയുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ വാസ് റിയലി ഗുഡ്. അങ്ങനെ ഒരെണ്ണം വന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റായ ഒരു കാര്യം എന്നാണ്. ഓക്കെ, സോ അത് ഞങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നു. നിങ്ങൾക്കത് തിരിച്ചടിക്കാൻ നിങ്ങളത് തിരിച്ചടിക്കരുതല്ലോ. നിങ്ങൾ കൊണ്ടുപോകുന്ന 12 ആൾക്കാര് നാളെ 2 പേർക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരി, അവർക്ക് കംപ്ലൈന്റ് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ഫ്രീ ആയിട്ട് പഠിച്ചാണ്, കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരാം. ബേസിക്കലി ഇപ്പൊ നമ്മള് എല്ലാവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാന്ന് വിചാരിക്കാം. നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്തിട്ടോ അതൊന്നും ഒരു എഫക്റ്റീവ് അല്ല. പക്ഷെ അവർക്കൊരു കണ്ടിന്യൂസ് ഒരു ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോയിടാം. മേ ബി എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിസിനസ് വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാവാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർ വൺസ് ആ ട്രാക്കിലായ പിന്നെ അവർ ലൈഫ് ലോങ് അതങ്ങ് പോയിക്കോളും. സോ ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഇന്റൻഷനേക്കാളൊപ്പം തന്നെ അതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഞങ്ങളെ സ്പോൺസർ ചെയ്യുന്ന റാഫേലിൻ്റെ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അവർ ഓൾറെഡി അവരുടെ ബാക്ക് എൻ്റെ നമ്മൾ പരിശോധിച്ചു. ലാസ്റ്റ് ഇയർ അവർ കൊണ്ടുപോയ കുറേ കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു. അതിനകത്ത് 2 കുട്ടികൾക്ക് ജോലി കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയുന്നത്, ഈ കാശ് സമ്പാദിക്കാൻ ഒരു സ്റ്റഡി ടൈമിലുള്ള ജോലി കിട്ടിയില്ല. അപ്പോൾ അവർ ചെയ്തത് അവർക്ക് അവരുടെ കൊണ്ടുവന്ന കുട്ടികളോട് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് അവർ അവരുടെ ഓഫീസിൽ ജോബ് കൊടുത്തു, സെയിം സാലറി. അപ്പോൾ അവർ നമുക്ക് തന്നൊരു വാക്ക്, നമ്മൾ ഡെഫിനറ്റ്ലി വി വിൽ ഹെൽപ്പ്. കാരണം അവർ അവിടെ തന്നെ ഉള്ളവരാണ്, UK തന്നെ ഉള്ളവരാണ്. അവർക്ക് പ്ലസ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും സ്ട്രോങ് അവരുടെ സ്പേസ് ഉണ്ട്. സോ ദേ വിൽ ട്രൈ ദെയർ എഫർട്ട്. അല്ലാതെ വന്നു അവരുടെ കമ്മിറ്റ്മെന്റ് തീരുന്നില്ല. ഞങ്ങളുടെയും കമ്മിറ്റ്മെന്റ്, എന്റെയും മെജോടെയും ഈ 12 കുട്ടികളുടെ കമ്മിറ്റ്മെന്റ് തീരുന്നില്ല. ഞങ്ങളും ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം അവരുടെ ഒരു ജേർണിയിൽ നിങ്ങൾ 2 പേരുടെയും സപ്പോർട്ട് കാണും, ഗൈഡൻസ് കാണും. ഇതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്പെഷ്യാലിറ്റി റാഫേൽ സിൽവർ വിങ്സിന് തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് ഭയങ്കരമായിട്ട് പറഞ്ഞാലും ഉള്ള പ്രശ്നം എന്താ വെച്ചാല് പ്രൊമോട്ട് മാത്രമല്ല, ഈ പോയിന്റ്സ് മാത്രമായിരിക്കും ഈ കേൾക്കുന്ന സ്റ്റുഡൻസ് ചിലപ്പോ ഇത് ചെയ്യാം, അവര് ജോലി ശരിയാക്കി തരും, അവര് അങ്ങനെ ചെയ്തു. അതല്ല, പഠിക്കാൻ പോകേണ്ടവര് ഫസ്റ്റ് പഠിക്കാൻ തന്നെ വേണം. അവര് ആ ടാലന്റ് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവരുടെ കഴിവില് അത് കണ്ടെത്തുക തന്നെ വേണം. അത് അപ്പോൾ ഉറപ്പായിട്ട് കിട്ടില്ല എന്നല്ല. അപ്പോൾ പക്ഷേ അവർക്ക് വേണ്ട സർവീസസ്, ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇത് തന്നെയാണ്. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വീട് കണ്ടുപിടിക്കാനാവാം, ട്രാവലിനാവാം, അല്ലെങ്കിൽ അവിടെ ഒരു ജോലി ഫൈൻഡ് ചെയ്യാനാവാം. അപ്പോൾ സഹായിക്കാത്ത ഒത്തിരി ഏജൻസീസ് ഉണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ അത് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് പറയാത്തതാണ്. കാരണം
മൈൻഡിൽ ഇതേ ട്രിഗർ ആവുള്ളൂ, അവരെന്നെ സഹായിക്കും. അപ്പൊ ഒന്നും ചെയ്തില്ല, എഫേർട്ട് കുറയ്ക്കും ഈ പഠിക്കുന്നവർ. സോ അത് അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കാണുന്ന കുറെ ഇതാണ് ഇപ്പോഴത്തെ മെയിൻ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു സ്റ്റഡി അബ്രോഡിനെ പറ്റി പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ അപ്രോച്ച് ചെയ്ത് 1 lakh അല്ലെങ്കിൽ 2 lakhs തരാം ഈ ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെ? എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാരണം എൻ്റെ കണ്ടന്റ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ആയതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ എനിക്ക് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അവിടെ പറയുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, നിങ്ങൾ നല്ലതാണെങ്കിൽ എന്നെപ്പോലെ ഒരാളുടെ വീഡിയോയുടെ ആവശ്യമില്ല, യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇവരെനിക്ക് നമുക്ക് ഇതായിട്ട് തരുന്നത് മറ്റുള്ള സെലിബ്രിറ്റി ഇവർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? അതെൻ്റെ എത്തിക്സ്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊമോഷൻ ചെയ്യത്തില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഞാൻ പ്രൊമോഷൻ ചെയ്യും, നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യും. ബട്ട് അവിടെ ഞാൻ എൻ്റെ വാക്ക് കേട്ടിട്ട് ഒരാൾ പറ്റിക്കപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഇന്ന് വരെയും എൻ്റെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഇത് രണ്ടിടത്തും ഞാൻ ഒരു സ്കാമിനെയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കത് 100% നിർബന്ധമാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം ഒരാളുടെ ഭാവിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറാണ്. പിന്നെ കുറേ കഷ്ടപ്പെട്ട് മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആളുകളാണ് വീട് വരെ പണയം വെച്ചിട്ട് കയറ്റി വിടുന്നത് മക്കളെ. അവൻ്റെ വീട് ഇവൻ പോയിട്ട് പൊട്ട കോളേജിൽ പോയി പഠിച്ച് പൊട്ട യൂണിവേഴ്സിറ്റി പഠിച്ച് ജോലിയും കിട്ടിയില്ല, താട്ടി തിരിച്ചു വന്ന് ഫ്രസ്ട്രേഷൻ അടിച്ച് പിന്നെയും കടം കൂടി ഈ വീട് ജപ്തി അടിച്ചു പോകും. അതിന് ഞാൻ ഭാഗമായാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പൈസ വേണമെന്ന് ചോദിച്ചാൽ പൈസ വേണം, അത് സ്ട്രെയിറ്റ് നല്ല നേരവ പരിപാടിയായിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഐ എം നോട്ട് ജസ്റ്റ് എ കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ എന്നെ പരിചയപ്പെടുന്ന പല ബിസിനസ്സുകാരായിക്കോട്ടെ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന ആരോട് ഞാൻ പറയുന്നത് ഐ എം നോട്ട് ജസ്റ്റ് എൻ എ കണ്ടന്റ് ക്രിയേറ്റർ, ഐ എം എൻ എ ബിസിനസ് മാൻ. സോ എനിക്കറിയാം ഏൺ ചെയ്യാൻ. ബട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, ആക്ച്വലി ഇവരും അൺഅവെയർ ആണ് ഇതിനെപ്പറ്റി. ഇവർ ഞങ്ങൾ സൂപ്പറാണ്, ഞങ്ങളതാണ്, ഞങ്ങൾ ഇത്ര ചെയ്തു, ഇത് ചെയ്തു. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പണം, ആ പണത്തിന് പകരം അവരൊരു വീഡിയോ കൊടുക്കുന്നു. ആ വീഡിയോയുടെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ദേ ആർ നോട്ട് ഈവൻ റിയലൈസിങ്. കാരണം അവരുടെ ഒരു ജോണർ അല്ല, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് എനിക്കിത് ബോധർ ചെയ്യേണ്ടി വരുന്നത്. കാരണം നാളെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എൻ്റെ ബ്രാൻഡിനെ ഇത് ബാധിക്കും. കാരണം ഐ ആം ഓൾസോ റണ്ണിങ് എ കൺസൾട്ടൻസി. സോ അതെന്നെ ബാധിക്കും. അതെൻ്റെ എന്താ പറയുക, ടോട്ടൽ എൻ്റെ ഫേസ് വാല്യൂയെ ബാധിക്കും, എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. ഇതെല്ലാം ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പോയി പറഞ്ഞാൽ അവർ പറയാം നിനക്ക് പ്രൊമോഷൻ കിട്ടാത്തതിൻ്റെ അസൂയാണെന്ന് എന്നോട് പറയാം. ഇല്ലെങ്കിൽ നീ ആരുടെ ഇത് പറയാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. പാരൻസിനോടും കുട്ടികളോടും ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, റിയലൈസ് ചെയ്യുക, എന്നിട്ട് പോവുക. ഇതിനോട് ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ അതൊരു സ്വാഭാവികമാണ്, എല്ലാ ബിസിനസ്സാണ്, അത് ഉണ്ടാവും. പക്ഷേ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ, പാരൻസിനും സ്റ്റുഡൻസിനും. അപ്പൊ ചെയ്യേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആള് പഠിക്കാൻ പോകുമ്പോൾ ആളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഏത് മേഖലയിലാണ്, IT ആണോ അല്ലെങ്കിൽ ബിസിനസ് മേഖലയാണോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ ആണോ, എന്താണെങ്കിലും ആദ്യം അതിൽ ഡിസൈഡ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. എന്നിട്ട് ഒരു കോഴ്സും ഒരു യൂണിവേഴ്സിറ്റിയും, അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും ടാർഗറ്റ് ചെയ്യുക. അവിടെ പോകണമെന്ന് നമ്മളാണ് ആവശ്യപ്പെടേണ്ടത് ആ ഒരു ഏജൻസിയോട്. അവര് നമുക്കത് റെഡിയാക്കി തരലാണ് അവരുടെ ജോലി. ആ വേയിലൂടെ പോകാൻ ശ്രമിക്കുക. അല്ലാതെ അവിടെ ചെന്നിട്ട് എനിക്ക് മാർക്ക് കുറവാണല്ലോ, അല്ലെങ്കിൽ അവർ എന്തൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നോ ആ ഒരു കോഴ്സോ യൂണിവേഴ്സിറ്റിയോ ഏറ്റെടുക്കാതിരിക്കുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 90% ഓഫ് ഇഷ്യൂസ് അവിടെ സോൾവ് ആവും. പിന്നെ പോകുന്നതിന് മുന്നേ കൺട്രീസ് എവിടെയാണ് പോകുന്നത്, അവിടുത്തെ റൂൾസ്, അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ജോബ് പോസിബിലിറ്റീസും നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. അപ്പൊ തന്നെ ഈ മാർക്കറ്റിംഗ് ഗിമിക്സുകളിലൊന്നും സ്കാമുകളിലോ പെടാതിരുന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ കേരളത്തില് ഞാനിപ്പോ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡും കൂടെ ഇതാണ്. ഇപ്പം കുറെ ആൾക്കാർ ഏജൻസീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയും ഒക്കെ വെച്ചിട്ട് അത് വെച്ച് അവരുടെ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടും സീക്ക് ചെയ്യുന്നത് ഈ ഒരു ആളുടെ പേര് വെച്ചിട്ടാണ്. അപ്പം അതിന് അങ്ങനത്തെ അപ്രോച്ചസ് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ നമ്മുടെ ക്രെഡിബിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പം അവിടെ ഫോളോവർ കൗണ്ട് ഡസൻറ്റ് മാറ്റേഴ്സ്. അവിടെ ആ വ്യക്തി ക്രെഡിബിൾ ആണോ യൂസ് ചെയ്യാന്നുള്ളത്.
ഇപ്പം ഞാൻ 3-4 പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. പക്ഷെ ഞാൻ എൻ്റെ പേജിൽ വഴി അത് ആൾക്കാരെ അറിയിക്കാറുണ്ട്. ഞാനൊരു ഇലക്ട്രോണിക്സ് എൻ്റെ സൈൻ ചെയ്തിട്ടുണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ബ്രാൻഡ്. അടുത്ത നെക്സ്റ്റ് വീക്ക് അവർ എൻ്റെ ഫേസ് വെച്ചിട്ട് ഇറക്കുന്നുണ്ട്. ഒരു ഫേസ് ക്രീമിൻ്റെ ഞാൻ ബ്രാൻഡ് അംബാസിഡറാണ്. ഇതെല്ലാം ഞാൻ 6 മാസം യൂസ് ചെയ്ത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഉറപ്പുവരുത്തിയ ശേഷമാണ് അവരോട് പറഞ്ഞത് ഓക്കെ യു ക്യാൻ യൂസ് മൈ വീഡിയോസ് ആൻഡ് മൈ ഫോട്ടോസ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇപ്പം ഇതിവിടെ പറയുമ്പം എല്ലാവരും പൊങ്ങച്ചത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ് ഇത്. നമ്മുടെ മലയാളികൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു. അതാണ് പ്രശ്നം. ആരെയും കാണിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യും. മറ്റൊരാളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ജീവിക്കാതിരിക്കുക. ഞാൻ എൻ്റെ 22 വയസ്സ് വരെ മറ്റൊരാളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ജീവിച്ചു. 23rd I realized it. ഞാൻ എന്താ പറയുന്നത്, ആക്ച്വലി ഞാനൊരു മണ്ടനാണെന്നുള്ള റിയലൈസേഷൻ. അവിടുന്ന് ഞാൻ മാറി ചിന്തിച്ചു. ദാറ്റ്സ് ഇറ്റ്. സോ എവ്രിവൺ, എല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ട്. ആരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഡു ദാറ്റ്. നിങ്ങളുടെ ബെറ്റർ തോട്ട്സ് ബെറ്റർ അച്ചീവ്മെൻറ്റ്സിന് വഴിയാക്കും. വേഴ്സ് തോട്ട്സ് ബെറ്റർ അച്ചീവ്മെൻറ്റ്സ് ഒരിക്കലും തരത്തില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അത് മോർ സക്സസ്ഫുൾ ആയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റട്ടെ. അതേപോലെ തന്നെ കൂടുതൽ നല്ല തലമുറ നമുക്ക് ഉണ്ടാവട്ടെ. കുട്ടികൾ സ്കാമിലൊന്നും പെടാതെ അറ്റ്ലീസ്റ്റ് റിയലൈസ് ചെയ്തിട്ട് ഇനി എബ്രോഡ് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കട്ടെ. എബ്രോഡ് പോകാൻ ഇതൊരു എബ്രോഡിലേക്കുള്ള പ്രൊമോഷൻ അല്ല. നമ്മുടെ നാട്ടിലും ആൾക്കാർ വേണം, നാട്ടിലും സ്റ്റുഡൻസ് പഠിക്കണം. നല്ല 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 ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് മറ്റൊരാളുടെ ലൈഫ് സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു ഗൈഡൻസ് ആവാനായിട്ട് പറ്റട്ടെ. അതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു for being with us. Thank you.